ശ്രീ സി കെ ശശീന്ദ്രനിലേക്കാണ് ആദ്യം പോകുന്നത്. ശ്രീ സി കെ ശശീന്ദ്രൻ, ഞങ്ങളുടെ പ്രതിനിധി പറഞ്ഞതുപോലെ തന്നെ വലിയ തോതിൽ വലിയ സന്നാഹങ്ങൾ ഒരുക്കി തന്നെ കഷ്ടപ്പെടുകയാണ് ഈ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ കുറച്ചധികം മണിക്കൂറുകളായി. സമാനമായ നിരവധിയായ സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെയുള്ള ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനായി. പക്ഷെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. എങ്ങനെ പരിഹരിക്കപ്പെടാനാകും എന്നതാണ് വയനാടിനെ ഇത്രമേൽ അടുത്തറിയുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. ഈ ആളെ കൊല്ലിയായിട്ടുള്ള മോഴയാനയെ പിടിക്കുക എന്നല്ലാതെ മറ്റു മാർഗം നമ്മുടെ മുമ്പാകെയില്ല. റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയായതുകൊണ്ട്, മോഴയാനയായതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വളരെ വൈകിട്ടാണ് കർണാടക വനവകുപ്പിൽ നിന്ന് നമുക്കതിന്റെ ഫ്രീക്വൻസി മറ്റു കാര്യങ്ങളെല്ലാം കിട്ടിയത്. അതൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ. ആളുകൾ വലിയ ആശങ്കയിലായിരിക്കുന്നതുകൊണ്ട് തന്നെ വനംവകുപ്പ് എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി വലിയൊരു ടീം തന്നെ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ആനയെ മയക്കുമരുന്ന് വെടിവെച്ച് പിടികൂടാനുള്ള എല്ലാ പരിശ്രമത്തിലും ഏർപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ഭാഗത്തുനിന്നും വലിയ പിന്തുണയുണ്ട്. ആ പ്രദേശത്തെ ജനങ്ങളെല്ലാം അതിനോട് യോജിച്ച് ആവശ്യമായ കാര്യങ്ങൾ, ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടുണ്ട്. പക്ഷെ ഒരു അനുകൂലമായ ഒരു സാഹചര്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും മയക്കുമരുന്ന് വെടിവെക്കുന്ന വിദഗ്ധ സംഘത്തിനൊന്നും കിട്ടിയില്ല എന്നുള്ളത് കൊണ്ടാണ് ആനയെ മയക്കുമരുന്ന് വെടിവെച്ച് പിടികൂടാനുള്ള ശ്രമം നീണ്ടുപോകുന്നത്. ഈ മോഴയാന ആകട്ടെ ഇത്തരം അനുഭവങ്ങൾ നേരത്തെ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം സമീപനങ്ങളിലൊക്കെ ശക്തമായ രീതിയിലുള്ള അതിനെ വഴിമാറിപ്പോകുന്നൊരു നില സ്വീകരിക്കുന്നു നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പക്ഷെ വനംവകുപ്പ് ഊണുമുറക്കം ഒഴിച്ച് വലിയ രീതിയിൽ ആളുകളെ സംരക്ഷിക്കണം, ആളുകൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അതോടൊപ്പം തന്നെ ഈ മോഴയാനയെ പിടികൂടുകയും വേണം. അതിനാവശ്യമായ നടപടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സമയം വൈകുന്നത് ആരുടെയെങ്കിലും ഭാഗത്തുള്ള ഉദാസീനത കൊണ്ടല്ല, അനുകൂലമായ ഒരു അന്തരീക്ഷം കിട്ടിയില്ല എന്നുള്ളതാണ്. ആനയെ മയക്കുമരുന്ന് വെടിവെച്ച് പിടികൂടുമ്പോൾ തീർച്ചയായിട്ടും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കഴിയണം. അതാണെങ്കിൽ കുറച്ച് ഉൾവനത്തിലുമാണ്, ഒരു സ്വതന്ത്രമായ കാടിനിടയിലായതുകൊണ്ടുള്ള പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വനംവകുപ്പ് അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലേക്ക് കുറേയും കൂടി ഇന്നത്തെ അനുഭവങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നാളെ അതിനാവശ്യമായ രീതിയിലുള്ള സജ്ജീകരണങ്ങളുമായിട്ട് മുന്നോട്ട് പോകും എന്ന കാര്യത്തിലാണ് വനംവകുപ്പ് മേധാവികൾ അറിയിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വിഷയം മുൻനിർത്തിയാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നതെങ്കിലും നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഇടതടവില്ലാതെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. പറഞ്ഞതുപോലെ തന്നെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഈ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ജാഗ്രതയോടുകൂടി തന്നെ പ്രവർത്തിക്കുന്നു. സർക്കാർ സംവിധാനങ്ങൾ എല്ലാവിധമായ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് വയനാട് ഉൾപ്പെടെ നിരവധി ജില്ലകൾക്ക് ഈ പ്രശ്നമുണ്ട്. ഇടുക്കി ആയിക്കോട്ടെ, കണ്ണൂർ ആയിക്കോട്ടെ, നിരവധിയിടങ്ങളിൽ ഈ ആനയും കടുവയും ഉൾപ്പെടെയുള്ള വലിയ തോതിലുള്ള വിഷയങ്ങളുണ്ട്. ജനങ്ങളുടെ സ്വൈര ജീവിതത്തിനാണ് ഇതെല്ലാം വിഘാതമാകുന്നത്, വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും. പൊതുവിൽ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു സാഹചര്യത്തെ നമുക്ക് പൂർണ്ണമായും പിടിച്ചുകെട്ടാനാകുന്നില്ല എന്ന് പറയേണ്ടി വരും? തീർച്ചയായിട്ടും ഇപ്പോൾ താൽക്കാലികമായ ഒരു പരിഹാര മാർഗമാണ് കാട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള ജനവാസ കേന്ദ്രത്തിലേക്ക് വന്നിട്ടുള്ള ആനയെ പിടികൂടുക എന്നുള്ളത്. അത് താൽക്കാലിക പരിഹാര മാർഗമാണ്. ശാശ്വതമായ പരിഹാര മാർഗങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം. പരമ്പരാഗത രീതി ഉപേക്ഷിക്കേണ്ടതുണ്ട്. 1972 വനംവകുപ്പ് നിയമം അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. വനം കൺകറന്റ് ലിസ്റ്റിലായതുകൊണ്ട് എല്ലാ തീരുമാനങ്ങളുടെയും അവസാനം കേന്ദ്ര ഗവൺമെന്റും കൂടി അറിഞ്ഞിരിക്കണം. ചിലത് നമുക്കിവിടെ ചെയ്യാം, പക്ഷെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള അറിയിപ്പ് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് താൻ. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. വയനാടാവട്ടെ തമിഴ്നാടും കർണാടകയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിലാണ്, അതിർത്തി പങ്കിടുന്ന ജില്ല കൂടിയാണ്. വന്യമൃഗങ്ങൾക്ക് റവന്യൂ അതിർത്തിയൊന്നും ബാധകമല്ലല്ലോ. അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വമേധയാ സഞ്ചരിക്കും. സഞ്ചാര പദങ്ങൾ വളരെ കൂടുതലാണ്. ആനയ്ക്കാണെങ്കിൽ അവർ 500 കിലോമീറ്ററോളം സഞ്ചരിക്കുന്നു പറയുന്നുണ്ട്. കടുവയ്ക്കാണെങ്കിൽ പ്രത്യേകമായ ടെറിട്ടോറിയൽ ഏരിയ ഉണ്ട്. ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇത് ഗവൺമെന്റ് വളരെ ഗൗരവത്തോടെ കണ്ടതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് കർണാടക, തമിഴ്നാട് ചീഫ് സെക്രട്ടറിമാരുമായി യോജിച്ച് ഒരു കൺട്രോളിംഗ് യൂണിറ്റ് പോലെ അല്ലെങ്കിൽ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അത് പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാണ്. കാരണം ഇതുവരെ ഉണ്ടാവാത്ത രീതിയിൽ, കാരണം ഈ മോഴയാന പ്രിയപ്പെട്ട കർഷകൻ അജീഷിനെ കൊല ചെയ്യുന്നതിന് ശേഷമാണ് റേഡിയോ കോളറിന്റെ ഫ്രീക്വൻസിയും മറ്റു കാര്യങ്ങളും എല്ലാം നമുക്ക് കൈമാറിയിരുന്നത്. അത് കുറെ കൂടി ഒരു കോർഡിനേഷൻ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അത് എളുപ്പത്തിലാക്കാൻ വേണ്ടി കഴിയും. കേന്ദ്ര ഗവൺമെന്റ് മുമ്പാകെ 2-3 സംസ്ഥാനങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്ന പ്രശ്നങ്ങളായതുകൊണ്ട്
ഇത്തരമൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് വളരെ മുതൽ തന്നെ ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും കേരളത്തിലെ ഗവൺമെന്റ് മുൻകൈ എടുത്ത്, മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്ത് കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറിയുടെ ഒക്കെ സാന്നിധ്യത്തിൽ ചേർന്നുള്ള യോഗ തീരുമാനപ്രകാരം അത്തരമൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കുറച്ചും കൂടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് എളുപ്പമാകും. വയനാട്ടിലേക്ക് കൂടുതൽ RRT ടീമിനെ അയക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു RRT ടീമാണ് വയനാട്ടിലുള്ളത്. വന്യമൃഗങ്ങളുടെ ശല്യം തടയുന്നതിന് വേണ്ടി വിദഗ്ധ പരിശീലനം നേടിയിട്ടുള്ള വനംവകുപ്പിലെ സേനയുടെ പ്രത്യേക പരിശീലനം നേടിയ വിഭാഗമാണ് RRT. നമുക്ക് എല്ലാവർക്കും അറിയാം. അത് 2 എണ്ണം കൂടി അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റന്നാൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ വയനാട്ടിലെ 3 MLA മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, പ്രശ്നബാധിതയുള്ള ഗ്രാമപഞ്ചായത്തുകളായിട്ടുള്ള തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, പൂതാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, മാനന്തവാടി നഗരസഭ ചെയർപേഴ്സൺ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരുടെ എല്ലാം ഒരു യോഗം മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്ത് വിളിച്ചു ചേർത്തിട്ടുണ്ട്.